Good evening, all. Anisha, Megha, Ria, Leah, Divya, വിശോൾ, കീർത്തി, ബിന്ദു നായർ ഒക്കെ ഒരുപാട് പേരുണ്ടല്ലോ അല്ലേ? സാന്ദ്ര പോൾ, ഗുഡ് ഈവനിങ്. നമ്മളിന്ന് നിങ്ങൾക്കെല്ലാം ഒരുപക്ഷെ ഞാൻ പറയുന്നത് കേൾക്കുന്നുണ്ടല്ലോ അല്ലേ? കേൾക്കുന്നുണ്ടല്ലോ. ഗുഡ് ഈവനിങ്. കേൾക്കുന്നുണ്ടെന്ന് വിശ്വസിക്കുന്നു. അപ്പൊ ഞാൻ ഇന്ന് പറയുന്നത് മെക്കാനിസം ഓഫ് ലേബർ നിങ്ങൾക്ക് കുറച്ചൊക്കെ അറിയുന്ന കാര്യം തന്നെ ആയിരിക്കും. നിങ്ങൾ നേരത്തെ പഠിച്ചിട്ടുണ്ടാവും. പിന്നെ കുറച്ച് സെക്കൻഡ് സ്റ്റേജ്, തേർഡ് സ്റ്റേജ്, പിന്നെ നമ്മൾ ഡിസീസ് കണ്ടീഷനിൽ കുറച്ച് ഇമ്പോർട്ടൻ്റ് പോയിന്റ്സുകൾ, അതായത് ഹൈപ്പർമെസിസ് ഗ്രാവിഡേറം, പിന്നെ പ്രീക്ലാംസിയ, ഈ രണ്ട് കണ്ടീഷനോടെ നോക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ രണ്ട് നോക്കണം എന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ ഞാൻ പറയുന്നത് എല്ലാവരും കേൾക്കുന്നുണ്ട് അല്ലേ? ഓക്കെ ഓക്കെ. അപ്പൊ ഞാൻ ഷെയർ ചെയ്യാം. അപ്പൊ സ്ക്രീൻ ഷെയർ ചെയ്താലല്ലേ നിങ്ങൾക്ക് അത് കാണാൻ പറ്റുള്ളൂ. ഷെയർ ചെയ്തിട്ട് ഞാൻ കാണിക്കുന്നത് നിങ്ങൾക്ക് കാണുന്നുണ്ടല്ലോ അല്ലേ? എന്റെ വിശ്വാസം നിങ്ങൾക്ക് കാണുന്നുണ്ടെന്നാണ്. OBG5, RRB അല്ലെ? കാണുന്നുണ്ടല്ലോ അല്ലേ? അപ്പൊ ഇതിന് മുന്നേ ഉള്ള 4 വീഡിയോസും കാണണേ. 4 വീഡിയോസ് ഓൾസോ യു ഷുഡ് വാച്ച്. ഓക്കെ ഓക്കെ, വിസിബിൾ ആണ് അല്ലേ? വിസിബിൾ ആണ്. ഓക്കെ, ഇറ്റ് ഈസ് വിസിബിൾ. സോ വിൽ സ്റ്റാർട്ട് ഫ്രം മെക്കാനിസം ഓഫ് ലേബർ. So last class we already studied about first stage of labor. First stage of labor begins with the true labor pain. The first stage of labor begins with the true labor pain and end with the full dilation of cervix. നമ്മൾ പഠിച്ചല്ലേ 10 centimeter full dilation of the cervix. നമ്മൾ കഴിഞ്ഞ ക്ലാസ് നോക്കി ഫസ്റ്റ് സ്റ്റേജുകളുടെ കാര്യമൊക്കെ നമ്മൾ. അപ്പോൾ കഴിഞ്ഞ ക്ലാസ് നിങ്ങൾ കാണുക. You have to watch last class also. And today we will move to the second stages of labor. You know that already mechanism of labor നമുക്ക് കാണുന്നത് second stage of labor ലാണ്. So in that labor begins with the full dilation of the cervix. Full dilation of cervix. Cervix full dilation വന്നിട്ട് പിന്നെ എന്താണ്? Up to the expulsion of the fetus. Fetus expulsion വരുന്ന സ്റ്റേജ് വരെയാണ് സെക്കൻഡ് സ്റ്റേജ് അല്ലെ? നിങ്ങൾക്ക് അറിയാമല്ലോ. സോ സെക്കൻഡ് സ്റ്റേജ് സ്റ്റാർട്ട് വിത്ത് ഫുൾ ഡയലേഷൻ ഓഫ് ദ സർവിക്സ് ആൻഡ് എൻഡ് വിത്ത് ഫീറ്റസ് എക്സ്പെൽഷൻ. സ്റ്റേജസ് ഓഫ് എക്സ്പെൽഷൻ എന്ന് പറയാം. സെക്കൻഡ് സ്റ്റേജ് ഓഫ് ലേബർ കോൾഡ് ആസ് സ്റ്റേജസ് ഓഫ് എക്സ്പെൽഷൻ. സോ ഇറ്റ് ഈസ് ആവറേജ് ഡ്യൂറേഷൻ 2 hours ഇൻ പ്രൈമി. പ്രൈമി എന്ന് പറയുമ്പോൾ ഫസ്റ്റ് ഡെലിവറി ഉള്ള 2 hours. 2 hours പ്രൈമി. പ്രൈമിക്ക് 2 hours ഉണ്ടാവാം. അതുപോലെ 30 minutes ആണ് മൾട്ടി പാര. മൾട്ടി ആണെങ്കിൽ 30 minutes. ഓക്കെ, അപ്പോ 2 hours ഫോർ പ്രൈമി ആൻഡ് 30 minutes ഫോർ പ്രൈമി. സോ വി വിൽ സ്റ്റാർട്ട് ദ മെക്കാനിസം ഓഫ് ലേബർ ഇൻ cephalic presentation. So you know that cephalic presentation is the normal presentation. So head is visible. Head is bottom. നമ്മുടെ സർവീസിന്റെ ഭാഗത്ത് ഹെഡ് വരുന്നതാണ് സെഫാലിക് പ്രസന്റേഷൻ അല്ലേ? അപ്പോൾ നോർമൽ ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ നമ്മളോട് അറിഞ്ഞിരിക്കണം. നോർമൽ ലേബറിൽ ലൈ എന്ന് പറഞ്ഞാൽ ലോഞ്ചിറ്റ്യൂഡൽ ലൈ ആണ്. ഇവിടെ ഞാൻ ഈ മുകളിലായിട്ട് ഇവിടെ എഴുതാം. ഇപ്പൊ നോർമൽ ലേബറിൽ ലൈ എന്ന് പറഞ്ഞാൽ ലോഞ്ചിറ്റ്യൂഡൽ ആണ്. ചോദിക്കാം കേട്ടോ, ലോഞ്ചിറ്റ്യൂഡൽ ലൈ ആണ്. അപ്പൊ ലൈ എന്ന് പറഞ്ഞാൽ എന്താണ്? ലൈ എന്ന് പറഞ്ഞാൽ angle of fetus in relation to mother and uterus, up and down. So it is lie is an angle of fetus in relation to mother. Angle of fetus in relation to mother and uterus, that is lie. So baby's spine is parallel to mother's spine, that is normal. Baby's spine, that is longitudinal lie. Baby's spine is parallel to mother's spine. So that is longitudinal line. Normal line ആണ്. Baby spine parallel to mother's spine called longitudinal. അതുപോലെ transverse line ഒക്കെ ഉണ്ട്. Transverse line, oblique line. Oblique line എന്ന് പറഞ്ഞാൽ ഇങ്ങനെ കുഞ്ഞ് ഇങ്ങനെയൊക്കെ കിടക്കും, ഒബ്ലിക് ആയിട്ട് കിടക്കും. അപ്പൊ ഇതൊക്കെ റയർ ആയിട്ടാണ് ഒബ്ലിക് line വരുന്നത്. ട്രാൻസ്വേഴ്സ് എന്ന് പറഞ്ഞാൽ നേരെ കിടക്കുവാണ്.
സോ ദിസ് ഈസ് റയർ. ട്രാൻസ്വേഴ്സ് ലൈ ഇവിടെ ഞാൻ എഴുതാം, എനിക്ക് പെട്ടെന്നൊന്ന് മനസ്സിലാകാൻ വേണ്ടി. ട്രാൻസ്വേഴ്സ് ഒബ്ലിക്. സോ ദീസ് ലൈസ് ആർ rare. And cephalic presentation, presenting part vertex. Vertex എന്ന് പറഞ്ഞാൽ ഹെഡ് പ്രസന്റേഷൻ ആണ് വെർട്ടെക്സ്. അപ്പൊ ബ്രീച്ച് എന്ന് പറഞ്ഞാൽ ബട്ടക്സ് ആണ്, നിങ്ങൾക്ക് അറിയുന്നതാണ്. ആറ്റിറ്റ്യൂഡ് കംപ്ലീറ്റ് ഫ്ലെക്ഷൻ ആണ്. നോർമലില് ആറ്റിറ്റ്യൂഡ് എന്ന് പറഞ്ഞാൽ കംപ്ലീറ്റ് ഫ്ലെക്ഷൻ ആണ്. അതായത് ഹാൻഡ് ആൻഡ് ചെസ്റ്റ്, ഹാൻഡ് ഫ്ലെക്ഷൻ എന്ന് പറഞ്ഞാൽ അവിടെ ജസ്റ്റ് എഴുതാം. ഹാൻഡ്, ലെഗ്സ്, അതുപോലെ ഹെഡ്, വിഡ്രോ, അതായത് ഫ്ലെക്സ്ഡ് ടുവാർഡ്സ് ദ ഹാർട്ട്, ഫ്ലെക്സ്ഡ് ടുവാർഡ്സ്. അപ്പൊ നമുക്ക് കണ്ടില്ലേ, ഇങ്ങനെ തല ഇങ്ങനെ അങ്ങോട്ട് കടക്കുവാണ് അല്ലെ, കാലിങ്ങനെ ചുരുണ്ട് കൂടി കൈ ഇങ്ങനെ വന്ന് ഇങ്ങനെ ഹാർട്ടിന്റെ ഭാഗത്തേക്ക് ചുരുണ്ട് കിടക്കും. സോ ദാറ്റ് ഈസ് ഫ്ലെക്ഷൻ. അതാണ് നോർമൽ ആറ്റിറ്റ്യൂഡ് എന്ന് പറഞ്ഞാൽ ഫീറ്റസിന്റെ കംപ്ലീറ്റ് ഫ്ലെക്ഷൻ ആണ്. ഡിനോമിനേറ്റർ ഓക്സിക്യൂട്ട് ആണ്. ഡിനോമിനേറ്റർ എന്ന് പറഞ്ഞാൽ പ്രസന്റിങ് പാർട്ട് ആണ്. ഡിനോമിനേറ്റർ അതായത് താഴെയുള്ള ഭാഗം. അപ്പൊ നോർമലില് എന്താണ്, ഓക്സിക്യൂട്ട് ആണ് കേട്ടോ. നമ്മളെ ഹെഡിന്റെ റീജിയൻ ആണ് ഡിനോമിനേറ്റർ, നോർമൽ. സോ ദാറ്റ് ഈസ് ലൈ. എന്താണ് ലൈ എന്ന് പറഞ്ഞു? നോർമൽ ലൈ ലോഞ്ചിറ്റ്യൂഡിനൽ ആണ്. ബേബീസ് സ്പൈൻ ഈസ് പാരലൽ ടു മദേഴ്സ് സ്പൈൻ. ഒബ്ലിക് ലൈ ഉണ്ട്, ട്രാൻസ്വേഴ്സ് ലൈ ഉണ്ട്, അതൊക്കെ അബ്നോർമൽ ലൈ ആണ്. So, a mechanism of labor in cephalic presentation means descent of fetus through birth canal by a series of movements. So, descent of fetus. അപ്പൊ നമ്മൾ ഇങ്ങനെ ഇവിടെ യൂട്രസ് ഉണ്ട്, കുഞ്ഞിങ്ങനെ താഴോട്ട് വരുവാണ് അല്ലേ. ഇപ്പൊ ഇങ്ങനെ ഇത് അമ്മയുടെ യൂട്രസ് ആണെന്ന് വിചാരിക്കുക. അപ്പൊ ഡിസെന്റ് താഴോട്ട് വരുവാണ് അല്ലേ. ഡിസെന്റ് ഓഫ് ഫീറ്റസ് through birth canal by a series of movements. So descent of fetus by a descent അവിടെ നടക്കുവാണ് അല്ലേ. ഡിസെന്റ് നടക്കുവാണ്. കുഞ്ഞ് ഫെർട്ടിലൈസേഷൻ തുടങ്ങി ഫുൾ ഗ്രോത്ത് വരുമ്പോഴേക്കും കുഞ്ഞിന് 3 to 4 kg വരും. അപ്പൊ നമ്മൾ എന്താണ്, ഗ്രാവിറ്റി ഉണ്ട്, പുഷ് ഡൗൺ എഫോർട്ട് ഉണ്ട്. അതുപോലെ കുഞ്ഞിന്റെ വലുപ്പം, യൂട്രസിന്റെ ഉള്ളിൽ കുഞ്ഞിന്റെ വലുപ്പം ഇങ്ങനെ കൂടിക്കൂടി വരുക അല്ലെ, കൂടിക്കൂടി വരുവാണ്. അപ്പോ യൂട്രസിന് താങ്ങാൻ പറ്റത്തില്ല അല്ലെ, ആ ഒരു ഭാരം താങ്ങാൻ പറ്റത്തില്ല. അപ്പോ ഡിസെന്റ് സംഭവിക്കുകയാണ്. അപ്പോ ഡിസെന്റ് ബൈ എ സീരീസ് ഓഫ് മൂവ്മെന്റ്സ്. സീരീസ് ഓഫ് മൂവ്മെന്റ്സ് അവിടെ നടക്കുവാണ്. which collectively called mechanism of labor. So what is mechanism of labor? Descent of fetus through birth canal. Descent of fetus through birth canal by a series of movements which collectively called mechanism of labor. So descent of fetus through birth canal by a series of movements which collectively called mechanism of labor. അല്ലെ, മനസ്സിലാകുന്നുണ്ടല്ലോ അല്ലെ പറയുന്നത്? നിങ്ങൾക്കെല്ലാം അറിയുന്ന കാര്യങ്ങളായിരിക്കും. ഡിസെന്റ് എന്ന് പറഞ്ഞാൽ താഴോട്ട് വരുന്നതാണ്. നമ്മൾ BSc നഴ്സിംഗിലും GNM തേർഡ് ഇയറും ഒക്കെ പഠിച്ചു തന്നെയാണ്. നമുക്കൊന്നും കൂടെ ഒന്ന് പൊടി തട്ടി എടുത്താൽ മതി. ഈ എൻഗേജ്മെന്റ് എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയോ? എൻഗേജ്മെന്റ് എന്ന് പറഞ്ഞാൽ ഡിസെന്റ് സംഭവിക്കുകയാണല്ലോ. ദാറ്റ് ഈസ് എൻട്രി ഓഫ് ദ ലാർജസ്റ്റ് ഡയമീറ്റർ ഓഫ് ദ ഫീറ്റൽ പ്രസന്റിംഗ് പാർട്ട് ഇൻ ടു ദ പെൽവിക് ഇൻലെറ്റ്. സോ എൻട്രി ഓഫ് ദ ലാർജസ്റ്റ് ഡയമീറ്റർ ഓഫ് ദ ഫീറ്റൽ പ്രസന്റിംഗ് പാർട്ട്. അപ്പൊ ഈ ഹെഡാന്ന് വിചാരിക്കുക, ഈ ഹെഡാണ് ലാർജസ്റ്റ്. അപ്പൊ ഈ ഡയമീറ്റർ ഓഫ് ദ പ്രസന്റിംഗ് പാർട്ട് ഈ പെൽവിക് ഇൻലെറ്റിലോട്ട് കടക്കുന്നു. സോ എൻഗേജ്മെന്റ് ഒക്കേഴ്സ് വെൻ പ്രസന്റിംഗ് പാർട്ട് റീച്ചസ് അറ്റ് ദ ലെവൽ ഓഫ് ഇസ്റ്റിയൽ സ്പൈൻ. സോ ഇസ്റ്റിയൽ സ്പൈനിൽ എത്തിക്കഴിഞ്ഞാല് ഏകദേശം ഇവിടെ ഈ ഭാഗത്താണ്, ഈ ഭാഗത്ത് എത്തിക്കഴിഞ്ഞാൽ എൻഗേജ്മെന്റ്. അപ്പൊ അത് ചോദിക്കും, എൻഗേജ്മെന്റ് നമ്മൾ നടക്കുന്നത് പ്രസന്റിംഗ് പാർട്ട് ഇസ്റ്റിയൽ സ്പൈനിൽ എത്തിക്കഴിഞ്ഞാല് എന്താണ്, അവിടെ എൻഗേജ്മെന്റ് നടക്കുവാണ്. സോ എൻഗേജ്മെന്റ് occurs when presenting part reaches at the level of ischial spine. Descent is a gradual process. It's a gradual process അല്ലെ, വളരെ സാവധാനം നടക്കുന്ന സങ്കീർണമായ ഒരു പ്രവർത്തനമാണ് ഡിസെന്റ്. സോ it is a continuous process till birth, which is slow in first stage and rapid in second stage. Descent will be rapid in second stage. സോ ഈ കൺട്രാക്ഷനും പുഷിങ് എഫോർട്ടും
എല്ലാം കൊണ്ട് എന്താ സംഭവിക്കുന്നത്? ഇങ്ങനെ ഡിസെന്റ് സംഭവിക്കുകയാണ്. പ്രൈമറി ഗ്രാവിഡയിലാകുമ്പോൾ സ്ലോ ആയിരിക്കും, മൾട്ടി ഗ്രാവിഡയിലാകുമ്പോൾ കുറച്ച് ഫാസ്റ്റ് ആയിരിക്കും. പിന്നെ ഫ്ലെക്ഷൻ, അടുത്ത ഫ്ലെക്ഷൻ ഞാൻ പറഞ്ഞു, അതായത് ആക്ട് ഓഫ് ബെൻഡിങ് ഓഫ് ഫീറ്റൽ ഹെഡ് ആൻഡ് നെക്ക് ടുവാർഡ് ചെസ്റ്റ്. ആക്ട് ഓഫ് ബെൻഡിങ് ഫീറ്റൽ ഹെഡ് ആൻഡ് അറ്റ് നെക്ക് ടുവാർഡ്സ് ചെസ്റ്റ്. ഹെഡ് മാത്രമല്ല, പ്രത്യേകിച്ചും ഹെഡാണ്. അതുപോലെ കാലക്കും കൈയൊക്കെ ഒരുപാട് ഏകദേശം അങ്ങനെ തന്നെ ആ രീതിയിലേക്ക് വരികയാണ്. സോ ഫ്ലെക്സ്ഡ് ടുവാർഡ്സ് ദ ചെസ്റ്റ്. ഫ്ലെക്ഷൻ ഒക്കേഴ്സ് ഡ്യൂ ടു റെസിസ്റ്റൻസ് അപ്ലൈഡ് ബൈ മസിൽസ് ഓഫ് ദ പെൽവിക് ഫ്ലോർ. ഈ ഭാഗത്തുള്ള പെൽവിക് ഫ്ലോറിലെ മസിൽസ്, നമ്മുടെ അമ്മയുടെ ആ ഭാഗത്തുള്ള പെൽവിക് ഫ്ലോറിലുള്ള മസിൽസ് എല്ലാം കൂടെ ഒരു മർദ്ദം പ്രയോഗിക്കുന്നു. സോ ബോൺ പെൽവിക് വാൾസ് ആൻഡ് സെർവിക്സ് അഗൈൻസ്റ്റ് ഡിസെൻഡിങ് ഫീറ്റൽ ഹെഡ്. സോ ദാറ്റ് ഈസ് ഫ്ലെക്ഷൻ. ദെൻ ഇന്റേണൽ റൊട്ടേഷൻ. റൊട്ടേഷൻ ഓഫ് ഹെഡ് ഇൻ 1/8 സർക്കിൾ ആണ്. സോ ഇന്റേണൽ റൊട്ടേഷൻ നടക്കുന്നത് 1/8 സർക്കിൾ ആണ്. 45 ഡിഗ്രി റൊട്ടേഷൻ നടക്കുന്നുണ്ട്. 45 ഡിഗ്രി റൊട്ടേഷൻ നടക്കുന്നുണ്ട്. ഓക്കെ, അതൊന്ന് ഓർത്ത് വെച്ചു കേട്ടോ. 1/8 സർക്കിൾ ആണ്, 45 ഡിഗ്രി റൊട്ടേഷൻ. ഇറ്റ് ഇസ് എ വെരി കോംപ്ലക്സ് മെക്കാനിസം ഇൻ വിച്ച് ഫീറ്റൽ ഹെഡ് കംസ് അണ്ടർ ദ സിംഫേസിസ് പ്യൂബിസ്. അപ്പൊ ഈ ഭാഗത്ത് വരുവാണ് ഫീറ്റൽ ഹെഡ്, ഇതിന്റെയും താഴെ വരുവാണ് അല്ലെ. ഫീറ്റൽ ഹെഡ് കംസ് അണ്ടർ ദ സിംഫേസിസ് പ്യൂബിസ്. സോ ആ ഒരു ഇതിലേക്ക് വരികയാണ്. അപ്പം നമ്മൾ അത് ഓർത്താൽ മതി. ഇവിടെ കേട്ടോ, ഇതിൽ ഞാൻ വരച്ചത് ഇവിടെയാണ്, ഈ ഭാഗത്താണ് സിംഫേസിസ് പ്യൂബിസിന്റെ ഇവിടെ. ഓക്കെ, സിംഫേസിസ് പ്യൂബിസിന്റെ അടിയിലേക്ക് വരികയാണ് ഫീറ്റൽ ഹെഡ്. സോ ഫീറ്റൽ ഹെഡ് കംസ് അണ്ടർ ദ സിംഫേസിസ് പ്യൂബിസ്. ഓക്കെ, അപ്പൊ ക്രൗണിങ് നടക്കുന്നുണ്ട്. ക്രൗണിങ് എന്ന് പറഞ്ഞാൽ എന്താണ്? ക്രൗണിങ്, വിസിബിൾ പ്രസന്റേഷൻ ഓഫ് ദ ഫീറ്റൽ ഹെഡ് അറ്റ് ദ വജൈനൽ ഇൻട്രോയിറ്റസ്. അപ്പൊ ഈ ഭാഗത്ത് കുഞ്ഞിന്റെ തല കാണുന്ന ഒരു ഇതാണ്. അതായത് വാട്ട് ഇസ് ക്രൗണിങ്? ക്രൗണിങ് എല്ലാവർക്കും അറിയുന്നതാണ്. ക്രൗണിങ് എന്ന് പറഞ്ഞാൽ എന്താണ്? വിസിബിൾ പ്രസന്റേഷൻ ഓഫ് ഫീറ്റൽ ഹെഡ്. വിസിബിൾ പ്രസന്റേഷൻ ഓഫ് ഫീറ്റൽ ഹെഡ് at vaginal introitus, that is crowning. So what is crowning? മനസ്സിലായില്ലേ? ഓക്കെ, അപ്പോൾ ക്രൗണിങ്ങും ഇന്റേണൽ റൊട്ടേഷൻ ആൻഡ് ക്രൗണിങ് ആണ്. ഓക്കെ, ദെൻ എക്സ്റ്റേണൽ റൊട്ടേഷൻ. ഇന്റേണൽ റൊട്ടേഷൻ ആൻഡ് ക്രൗണിങ്. ഇന്റേണൽ റൊട്ടേഷൻ തന്നെ നമ്മൾ ക്രൗണിങ് നടക്കുന്നുണ്ട്. ദെൻ എക്സ്റ്റൻഷൻ ഓഫ് ദ ഹെഡ്. എക്സ്റ്റൻഷൻ ഓഫ് ഹെഡ് സ്റ്റാർട്ട്സ് ആഫ്റ്റർ ദ ക്രൗണിങ്. അപ്പൊ ക്രൗണിങ് കഴിഞ്ഞിട്ടുള്ള സ്റ്റേജ് ആണ് എക്സ്റ്റേണൽ റൊട്ടേഷൻ. ഓക്കെ, അപ്പൊ ഇത് ഞാൻ ഇവിടെ കുറച്ച് സ്റ്റേജസ് എഴുതാം, അതുപോലെ നിങ്ങൾ പഠിച്ചാൽ മതി. ആദ്യം എൻഗേജ്മെന്റ് വരുന്നു. എൻഗേജ്മെന്റ് എന്ന് പറഞ്ഞാല് ആ പ്രസന്റിംഗ് പാർട്ട് ഇസ്റ്റിയൽ സ്പൈനിലേക്ക് വരികയാണ്. പ്രസന്റിംഗ് പാർട്ട് ഇസ്റ്റിയൽ സ്പൈനിലേക്ക് അങ്ങനെ ഓർത്താൽ മതി. നമുക്ക് എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ പഠിച്ചാൽ മതി. ഇസ്റ്റിയൽ സ്പൈനിലേക്ക് പ്രസന്റിംഗ് പാർട്ട് വരുന്നു. അത് കഴിഞ്ഞ് ഡിസെന്റ് വരുന്നു. ഡിസെന്റ് എന്ന് പറഞ്ഞാല് കുഞ്ഞിന്റെ ശരീരം വലുതാവുന്നതനുസരിച്ച് ഡിസെന്റ് നടക്കുന്നുണ്ട്. ഇറ്റ്സ് എ ഗ്രാജുവൽ പ്രോസസ്. ഡിസെന്റ് വരാനുള്ള സാധ്യത കൺട്രാക്ഷൻ പ്ലസ് പുഷിംഗ് ഡൗൺ എഫോർട്ട്, അമ്മയുടെ പുഷിംഗ് എഫോർട്ട് എല്ലാം കൂടെ കൂടിയാണ് കൺട്രാക്ഷൻ ഡിസെന്റ് വരുന്നത്. ഇത് ഫസ്റ്റ് സ്റ്റേജിൽ സ്ലോ ആയിരിക്കും, സെക്കൻഡ് സ്റ്റേജിൽ കുറച്ച് ഫാസ്റ്റ് ആയിരിക്കും. അടുത്തത് ഫ്ലക്ഷൻ. ഈ ഫ്ലക്ഷൻ എന്ന് പറഞ്ഞാല് തലയുടെ ഭാഗവും കാലും കൈയും എല്ലാം കൂടെ ചെസ്റ്റിന്റെ ഭാഗത്തേക്ക് വരുന്നതാണ്. അപ്പൊ അതിങ്ങനെ കൂടി ഇരിക്കുവാണ് അല്ലെ. കുഞ്ഞ് പടം അത്ര ക്ലിയർ അല്ല. അപ്പൊ ഞാനിത് പറഞ്ഞ പോലെ ഓർത്താൽ മതി. ആക്ട് ഓഫ് ബെൻഡിങ് ഓഫ് ഫീറ്റൽ ഹെഡ് ആൻഡ് ലെഗ് hand towards chest. So bending head toward chest. അത്ര ഓർത്താൽ മതിയേ. ഓക്കെ, അപ്പോ അത് കൈ മാത്രമല്ല, തല മാത്രമല്ല, കൈയും കാലും ഒക്കെ വരുന്നുണ്ടെന്ന് ഓർത്താൽ മതി. ഓക്കെ, അപ്പോ ഫ്ലെക്ഷൻ കഴിഞ്ഞു. ഇനി ഇന്റേണൽ റൊട്ടേഷൻ. ഇന്റേണൽ റൊട്ടേഷൻ എന്ന് പറഞ്ഞാല്
ഉള്ളിൽ കടന്ന് തിരിയുവാണ് കുഞ്ഞങ്ങനെ ഓർത്താൽ മതി. കാരണം ഈ ഒരു മദറിന്റെ ഈ ബോണി പെൽവിസിലൂടെ ഈ കുഞ്ഞിന്റെ വലിയ തല കടന്നു വരണം അല്ലെ. അപ്പൊ മൗൾഡിങ് എന്നുള്ള സംഭവമൊക്കെ നടക്കുന്നുണ്ട് അവിടെ. മൗൾഡിങ് എന്ന് പറഞ്ഞാൽ ആ നമ്മുടെ കുഞ്ഞിന്റെ തലയിൽ എന്താണ്, ഒരുപാട് സ്യൂച്ചർ ഒക്കെ ഉണ്ടല്ലേ. സ്യൂച്ചർ ഉണ്ട്, ആന്റീരിയർ ഫോണ്ടനൽ ഉണ്ട്, പോസ്റ്റീരിയർ ഫോണ്ടനൽ ഉണ്ട് അല്ലേ. അപ്പൊ അത് തല ഇങ്ങ് റീഷേപ്പ് ആവും അല്ലെ. ഒരു ഇങ്ങനെ വട്ടത്തിൽ ഇങ്ങനെ കട്ട പിടിച്ചൊരു കല്ല് പോലെ അല്ല ഇരിക്കുന്നത് അല്ലെ. തല ഇങ്ങനെയൊക്കെ ഒരു രീതിയിലേക്കൊക്കെ ഇങ്ങനെ മൗൾഡ് ചെയ്ത് വരും. ഇത്രയും പ്രോസസ്സ് നടക്കണം. ഇന്റേണൽ റൊട്ടേഷൻ എന്ന് പറഞ്ഞാല് അവിടെ നടക്കുന്നത് റൊട്ടേഷൻ ഓഫ് ദ ഹെഡ് 1/8 സർക്കിൾ, അതുപോലെ 45 ഡിഗ്രി റൊട്ടേഷൻ നടക്കുന്നുണ്ട് കേട്ടോ. അപ്പൊ അതിന്റെ പിക്ചർ നമുക്ക് ആവശ്യമില്ല, കാരണം നമുക്ക് എങ്ങനെ തിരിയണം എന്ന് ആവശ്യമില്ല. നമുക്ക് അവിടെ പഠിക്കേണ്ടത് പോയിന്റ്സ് ആണ്. സോ ഇതെന്ന് പറഞ്ഞാല് കോംപ്ലക്സ് മെക്കാനിസം ആണ്. ഹെഡ് കംസ് അണ്ടർ ദ സിംഫൈസിസ് പ്യൂബിസ്. ഹെഡ് ഇവിടെ ഇങ്ങോട്ട് വരും, ഈ ഭാഗത്തിന് അടിയിൽ വരും. സോ ഇവിടെ ഞാൻ എഴുതാം, ഹെഡ് കംസ് അണ്ടർ എന്ന് ഞാൻ ഇങ്ങനെ എഴുതിക്കട്ടോ, സിംഫൈസിസ് പ്യൂബിസ്. സോ ഇന്റേണൽ റൊട്ടേഷൻ ഇവിടെ 1 കഴിഞ്ഞു, എൻഗേജ്മെന്റ്, ഡിസെന്റ്, ഫ്ലക്ഷൻ, ഇന്റേണൽ റൊട്ടേഷൻ 4ാമത്തെ ആയി. ഈ 5ാമത്തെ ഇന്റേണൽ റൊട്ടേഷനും ക്രൗണിങ്ങും ഒന്നിച്ചാണെന്ന് അങ്ങനെ പഠിച്ചാൽ മതി കേട്ടോ. ക്രൗണിങ് എന്ന് പറഞ്ഞാൽ അല്ലെ വിസിബിൾ പ്രസന്റേഷൻ ഓഫ് ദ ഫീച്ചർ ഹെഡ് ആണ്. ഇനി 5ാമത്തെ 5th വൺ, ദാറ്റ് ഈസ് എക്സ്റ്റൻഷൻ ഓഫ് ദ ഹെഡ്. എക്സ്റ്റൻഷൻ ഓഫ് ഹെഡ്. ഈ ഫ്ലക്ഷന്റെ നേരെ ഓപ്പോസിറ്റ് അല്ലേ എക്സ്റ്റൻഷൻ. അതായത് അല്ലെ കണ്ടില്ലേ എക്സ്റ്റൻഷൻ, കുഞ്ഞിന്റെ തല അങ്ങനെ അങ്ങോട്ട് എക്സ്റ്റെൻഡ് ചെയ്യുക, ഇങ്ങനെ പുറത്തോട്ട് ഇരിക്കുക അല്ലെ. ഞാൻ GNM കഴിഞ്ഞ് പോസ്റ്റ് PSC കഴിഞ്ഞിട്ട് MSc കഴിഞ്ഞ. അപ്പൊ GNM പഠിച്ച സമയത്ത് ഞാൻ മംഗലാപുരം വെൻലോക്ക് ഹോസ്പിറ്റലായിരുന്നു ഞങ്ങൾക്ക് ഡ്യൂട്ടി ഉണ്ടായിരുന്നത്, മംഗലാപുരം വെൻലോക്ക് ഹോസ്പിറ്റൽ. അപ്പൊ ആ സമയത്ത് എന്താ പറയാ, ഇങ്ങനെ ഡെലിവറി കണ്ടിട്ടുണ്ട്. അതായത് ഞാൻ നഴ്സിംഗ് പഠിക്കാൻ പോയത് തന്നെ നമ്മൾ 19 വയസ്സില്ല. അപ്പൊ 20 വയസ്സ് ആ ഒരു ടൈമിൽ ഞങ്ങൾക്ക് ഡെലിവറി എടുക്കാനൊക്കെ അവിടുന്ന് കുഴപ്പമില്ലായിരുന്നു. ഡെലിവറി എടുത്തിട്ടില്ല, പക്ഷെ ഞാൻ അസിസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ആ സമയത്ത് ഞാൻ ഇങ്ങനെ ഓർക്കുവാണ്, ഇങ്ങനെ ഈ കുഞ്ഞിന്റെ എക്സ്റ്റൻഷൻ ചെയ്ത് വരുന്ന തലയൊക്കെ ഓർക്കുവാണ്. എക്സ്റ്റൻഷൻ ഓഫ് ദ ഹെഡ്. അപ്പൊ എക്സ്റ്റൻഷൻ എന്ന് പറഞ്ഞാൽ സ്റ്റാർട്ട്സ് ആഫ്റ്റർ ദ ക്രൗണിങ്, അങ്ങനെ ചോദിക്കാം. അപ്പൊ എക്സ്റ്റൻഷൻ എപ്പോ നടക്കുന്നു? ആഫ്റ്റർ ക്രൗണിങ്. ഈ വിസിബിൾ പ്രസന്റേഷൻ ഓഫ് ദ ഫീറ്റൽ ഹെഡ് വന്നു കഴിഞ്ഞതിന് ശേഷമാണ് എക്സ്റ്റൻഷൻ നടക്കുന്നത്. അപ്പൊ അതൊരു പോയിന്റ് ആണ്. ഇപ്പൊ എക്സ്റ്റൻഷൻ നടക്കുന്നത് എപ്പോഴാണ്? ആഫ്റ്റർ ക്രൗണിങ്. സോ ക്രൗണിങ് എന്ന് പറഞ്ഞാൽ എക്സ്റ്റൻഷൻ ഓഫ് ദ ഹെഡ് കോസ് റിലീസ് ഓഫ് സിൻസിപ്പുട്ട്, ഫേസ് ആൻഡ് ചിന്ന് അല്ലെ. അപ്പോ ഫേസ്, ചിന്ന്, സിൻസിപ്പുട്ട് ഇതെല്ലാം പുറത്തേക്ക് വരുവാണല്ലേ, അത്ര ഓർത്താൽ മതി. ഫേസ്, ചിന്ന് ഇതൊക്കെ എന്താണ്? സ്വീപ് ദ പെരിനിയം. ആ പെരിനിയം ഭാഗത്തെ അങ്ങ് തുടച്ചു പോവുകയാണ് അല്ലെ, പെരിനിയം. അങ്ങനെ ആ സമയത്ത് ചിലപ്പം ഇൻഫെക്ഷൻ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. കാരണം കുഞ്ഞിന്റെ കണ്ണും വായും മുഖവും എല്ലാം അങ്ങോട്ട് സ്വീപ്പ് ചെയ്ത് പോവാണ് അല്ലെ, പെരിനിയം പാർട്ടിനെ. അപ്പൊ എക്സ്റ്റൻഷൻ കഴിഞ്ഞു. ഇനി എക്സ്റ്റേണൽ റൊട്ടേഷൻ ആൻഡ് റെസ്റ്റിറ്റ്യൂഷൻ. എക്സ്റ്റേണൽ റൊട്ടേഷൻ, അടുത്തത് എക്സ്റ്റേണൽ റൊട്ടേഷൻ. എക്സ്റ്റേണൽ റൊട്ടേഷൻ ആൻഡ് റെസ്റ്റിറ്റ്യൂഷൻ. എക്സ്റ്റേണൽ റൊട്ടേഷൻ ആൻഡ് റെസ്റ്റിറ്റ്യൂഷൻ. അപ്പോ ഈ റെസ്റ്റിറ്റ്യൂഷൻ എന്ന് പറഞ്ഞാല് എന്താണ്? റീഅലൈൻമെന്റ് ഓഫ് ദ ഫീറ്റൽ ഹെഡ് വിത്ത് ബോഡി. സോ വാട്ട് ഈസ് റെസ്റ്റിറ്റ്യൂഷൻ? റീഅലൈൻമെന്റ് ഓഫ് ഫീറ്റൽ ഹെഡ് വിത്ത് ബോഡി. അങ്ങനെ തന്നെ നിങ്ങൾ പഠിച്ചോളൂ കേട്ടോ. റീഅലൈൻമെന്റ് ഓഫ് ദ ഫീറ്റൽ ഹെഡ് വിത്ത് ബോഡി, ദാറ്റ് ഈസ് റെസ്റ്റിറ്റ്യൂഷൻ. അപ്പോ ഈ കുഞ്ഞിന് ഇന്റേണൽ റൊട്ടേഷൻ കഴിഞ്ഞു, അത് കഴിഞ്ഞ് എക്സ്റ്റൻഷൻ ഓഫ് ദ ഹെഡ് വന്നു, ഫേസും ചിന്നും ഒക്കെ പെരിനിയത്തിലേക്ക് സ്വീപ്പ് ആയി പോയി. അത് കഴിഞ്ഞ് എക്സ്റ്റേണൽ റൊട്ടേഷൻ ആൻഡ് റെസ്റ്റിറ്റ്യൂഷൻ.
ആഫ്റ്റർ ഡെലിവറി ഓഫ് ദ ഹെഡ് ദ ഷോൾഡർ എക്സ്റ്റേണലി റൊട്ടേറ്റ്. അപ്പൊ ഷോൾഡർ എക്സ്റ്റേണലി റൊട്ടേറ്റ് ചെയ്യും. ഒരു പടത്തിന്റെ സഹായത്തോടെ ഞാൻ പറഞ്ഞുതരാം. കണ്ടോ, ഇവിടെ ഇതാണ് നടക്കുന്നത്. ഇവിടെ എന്താണ് സംഭവിക്കുന്നത്? എക്സ്റ്റേണൽ റൊട്ടേഷൻ ആൻഡ് റെസ്റ്റിറ്റ്യൂഷൻ. അപ്പൊ ആദ്യം ആന്റീരിയർ ഷോൾഡർ ഡെലിവറി ആകും. സോ ഇവിടെ നമ്മൾ പ്രത്യേകം പറയുന്നുണ്ട്, ആന്റീരിയർ ഷോൾഡർ കംസ് അണ്ടർ ദ സിംഫൈസിസ് പ്യൂബിസ്. അപ്പൊ ഇവിടെ ചിലപ്പോ ഷോൾഡർ ഡിസ്റ്റോഷ്യ ഒക്കെ വരാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് ഈ മക്രോബട്ട്സ് മാനുവർ കൊടുക്കുന്നത്. ലെഗ് ഫ്ലെക്സ്ഡ് ഓൺ ടു അബ്ഡമൻ കോസസ് റൊട്ടേഷൻ ഓഫ് പെൽവിസ്, അലൈൻമെന്റ് ഓഫ് സാക്രം ആൻഡ് ഓപ്പണിംഗ് ഓഫ് ബെർത്ത് കനാൽ. സുപ്രാപ്യൂബിക് പ്രഷർ അപ്ലൈഡ് ടു ഫീറ്റൽ ആന്റീരിയർ ഷോൾഡർ. ആന്റീരിയർ ഷോൾഡർ ഇവിടുന്ന് ഒന്ന്, നിങ്ങൾ ഇങ്ങനെയുള്ള മാനുവർ കൊടുക്കുന്നത് ആരെങ്കിലും കണ്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യണേ. ഞാൻ ഇങ്ങനത്തെ ഒന്നും കണ്ടിട്ടില്ല. ഞാൻ നിങ്ങളെ തിയറി നോക്കി പഠിച്ചിട്ടല്ലേ പഠിപ്പിക്കുന്നത്. അപ്പൊ ഞാൻ ഈ നമുക്ക് ഈ ലേബർ റൂം പോസ്റ്റിംഗ് ഒന്നും ഇല്ലല്ലോ. അപ്പൊ നമുക്ക് പ്രാക്ടിക്കലി ഇതൊക്കെ പോസിബിൾ ആണോ എന്നുള്ളത് ഒന്ന് കമന്റ് ചെയ്യണം. ആരെങ്കിലും ഇത് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്തോളൂ. അപ്പൊ ഈ ഒരു ആദ്യം ആന്റീരിയർ ഷോൾഡർ പുറത്തു വരും. ഓക്കെ, എന്നിട്ടാണ് പോസ്റ്റീരിയർ ഷോൾഡർ വരുന്നത്. സോ ഡെലിവറി ഓഫ് ദ ആന്റീരിയർ ആൻഡ് പോസ്റ്റീരിയർ ഷോൾഡർ ബൈ ലാറ്ററൽ ഫ്ലെക്ഷൻ ഓഫ് ദ സ്പൈൻ. സോ അപ്പൊ എന്ത് ചെയ്തു? ഈ പടം നിങ്ങൾക്ക് കണ്ടപ്പോ മനസ്സിലായില്ലേ? യെസ് ഓർ നോ? ജസ്റ്റ് കമന്റ് ചെയ്യൂ. യെസ് ഓർ നോ? ഒരു ഐഡിയ കിട്ടിയോ കാര്യങ്ങളൊക്കെ? ഇത് കുറച്ച് ഇമ്പോർട്ടന്റ് എക്സാമിന് ചോദിക്കും. ഓക്കെ ഓക്കെ ഓക്കെ, വെരി ഗുഡ് വെരി ഗുഡ്. അപ്പോ ഇത് സുപ്രാപ്യൂബിക് പ്രഷർ മക്രോബർട്ട്സ് മാനുവറിൽ തന്നെ വരുന്നതാണ് കേട്ടോ. സുപ്രാപ്യൂബിക് പ്രഷർ ആന്റീരിയർ ഷോൾഡർ അങ്ങനെയൊക്കെ ചോദിക്കാം. സുപ്രാപ്യൂബിക് പ്രഷർ എവിടെയാണ് കൊടുക്കുന്നത്? ആന്റീരിയർ ഷോൾഡറിലാണ് കൊടുക്കുന്നത്. അത് ഏത് മാനുവറാണ് കൊടുക്കുന്നത്? മക്രോബർട്ട്സ് മാനുവറിലാണ് കൊടുക്കുന്നത്. അപ്പൊ ലെഗ് അബ്ഡമനിലേക്ക് ഫ്ലെക്സ് ചെയ്ത് നിൽക്കും. ആ സമയത്ത് റൊട്ടേഷൻ ഓഫ് ദ പെൽവിസ് വരും, അലൈൻമെന്റ് ഓഫ് ദ സാക്രം വരും, ഓപ്പണിംഗ് ഓഫ് ദ ബെർത്ത് കനാൽ. അപ്പൊ ഈ രീതിയിലുള്ള ആണ് എക്സ്റ്റേണൽ റൊട്ടേഷൻ. അപ്പൊ ആദ്യം വരുന്നത് ആന്റീരിയർ ഷോൾഡർ ആൻഡ് പോസ്റ്റീരിയർ ഷോൾഡർ ബൈ ലാറ്ററൽ ഫ്ലെക്ഷൻ. സോ ആന്റീരിയർ പോസ്റ്റീരിയർ ഷോൾഡർ കംസ് ഔട്ട്. നമ്മൾ ഈ കുഞ്ഞിന്റെ തല വന്നു കഴിഞ്ഞാൽ ബാക്കിയുള്ള പാർട്ട് പെട്ടെന്ന് വരും അല്ലേ? കാരണം തല വന്നു കഴിഞ്ഞാൽ നമുക്ക് ബാക്കിയുള്ളത് ഒരു അല്ലെ, തലയല്ലേ ഏറ്റവും വലുത് അല്ലെ, വലിയ പാർട്ടായിട്ട് വരുന്നത്. പിന്നെ അതുമല്ല ആ ഒരു മദറിന്റെ ബോണി പെൽവിസിലൂടെ നമ്മുടെ തലയുടെ ഭാഗം കുറച്ച് എന്തായാലും കുഞ്ഞുങ്ങളുടെ ആയതുകൊണ്ട് കുറച്ച് മൗൾഡിങ് ഒക്കെ വരും, എങ്കിലും ഒരു വലിയ പാർട്ടാണ് അല്ലെ. ആൻഡ് പോസ്റ്റീരിയർ ഷോൾഡർ ബൈ ലാറ്ററൽ ഫ്ലെക്ഷൻ ഓഫ് ദ സ്പൈൻ. So anterior and posterior shoulder delivered by lateral flexion of the spine. Of spine. But anterior shoulder and posterior shoulder delivered by lateral flexion of the spine. So anterior shoulder and posterior shoulder delivered by lateral flexion of the spine. Okay, അപ്പൊ the rest of the body, the rest of the trunk delivers by lateral flexion. അപ്പൊ ലാറ്ററൽ ഫ്ലെക്ഷനിലാണ് കേട്ടോ ലാസ്റ്റ് ഷോൾഡറും അതുപോലെ ബാക്കിയുള്ള ബോഡി പാർട്ടും ഒക്കെ ഡെലിവർ ചെയ്യുന്നത്. എങ്ങനെയാണെന്ന് ചോദിക്കുക. അപ്പൊ ലാറ്ററൽ ഫ്ലെക്ഷൻ ആണ്. അപ്പൊ ലാറ്ററൽ ആയിട്ടല്ലേ വരുന്നത്, ലാറ്ററൽ ആയിട്ട് ഫ്ലെക്ഷൻ. അപ്പൊ ലാറ്ററൽ ഫ്ലെക്ഷൻ ആയിട്ടാണ് വരുന്നത്. ഓക്കെ, അപ്പൊ ഇത് നിങ്ങളൊന്ന് വായിക്കണേ. ഇത് ജസ്റ്റ് ഒന്ന് വായിച്ചിട്ട് നമ്മളിപ്പോ പറഞ്ഞ കാര്യങ്ങള്, ലൈയുടെ കാര്യം പറഞ്ഞു. എന്താണ് ലൈ എന്ന് പറഞ്ഞു? ലോഞ്ചിറ്റ്യൂഡൽ ലൈ ആണ് കോമൺ ലൈ, ഒബ്ലിക് ലൈ, ട്രാൻസ്വേഴ്സ് ലൈ ഒക്കെ അബ്നോർമൽ ലൈ ആണ് എന്ന് പറഞ്ഞു. വെർട്ടെക്സ് ആണ് കോമൺ പ്രസന്റേഷൻ, ആറ്റിറ്റ്യൂഡ് ഫ്ലെക്ഷൻ ആണ്, ഡിനോമിനേറ്റർ ഓക്സിക്യൂട്ട് ആണ്, പിന്നെ നമ്മളെ എൻഗേജ്മെന്റ് ഡിസെന്റ് ഫ്ലെക്ഷൻ, ഇന്റേണൽ റൊട്ടേഷൻ, എക്സ്റ്റൻഷൻ ഓഫ് ദ ഹെഡ് ആൻഡ് ക്രൗണിങ്, ഇന്റേണൽ റൊട്ടേഷൻ ആൻഡ് ക്രൗണിങ്, എക്സ്റ്റൻഷൻ ഓഫ് ദ ഹെഡ്, എക്സ്റ്റേണൽ റൊട്ടേഷൻ ആൻഡ് റെസ്റ്റിറ്റ്യൂഷൻ പറഞ്ഞു. ഇനി ഈ ക്വസ്റ്റ്യൻ ഒന്ന് ആൻസർ ചെയ്തിട്ട് നമുക്ക് അടുത്തതിലേക്ക് പോകാം കേട്ടോ.
ചിലപ്പോൾ നമുക്ക് അബ്നോർമൽ ഡിസീസ് കണ്ടീഷൻ നെക്സ്റ്റ് ക്ലാസ്സിലേക്ക് മാറ്റേണ്ടി വരും തോന്നുന്നു. കാരണം 3rd സ്റ്റേജും 4th സ്റ്റേജും പറയാനുണ്ട്. നോക്കാം എന്തായാലും. ഓക്കെ, ഇത് കുഴപ്പമില്ല, ഇത് നിങ്ങൾ അറിഞ്ഞില്ലെങ്കിലും പ്രശ്നമില്ല. ഇത് കുറച്ച് ബുദ്ധിമുട്ടുള്ളത് തന്നെ ആയിരിക്കാം. ഈ പാർട്ടോഗ്രാം എന്താണെന്ന് അറിയാലോ അല്ലെ? ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്തോളൂ. പാർട്ടോഗ്രാം എന്താണെന്ന് കമന്റ് ചെയ്തോളൂ. നമ്മൾ ഏത് സമയത്താണ് റീഡിങ് എടുക്കുന്നത് പാർട്ടോഗ്രാമിന്റെ, അതിൽ എന്തൊക്കെയാണ് നമുക്ക് പാർട്ടോഗ്രാമിൽ ഉള്ളത്, എന്തൊക്കെയാണ് നമ്മൾ അതിൽ ഇൻക്ലൂഡ് ചെയ്യുന്നത് എന്നുള്ള കാര്യം ഒന്ന് കമന്റ് ചെയ്തോളൂ. ഓക്കെ, അത് കഴിഞ്ഞ് നമ്മൾ ഈ പാർട്ടോഗ്രാമിൽ മോൾഡിങ് നടക്കും അല്ലെ? മോൾഡിങ് എന്ന് ഞാൻ പറഞ്ഞു, റീഷേപ്പിംഗ് ഓഫ് ദ ഹെഡ് ആണ്. ഓക്കെ, ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ കേട്ടോ. റെഡ്യൂസബിൾ ഓവർലാപ്പിംഗ് ഓഫ് ബോൺസ് ആണ്. പാർട്ടോഗ്രാം എന്താണെന്നുള്ളത് ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്താൽ മതി. ഈ മോൾഡിങ് എന്ന് പറഞ്ഞാൽ എന്താന്ന് വെച്ചാൽ റീഷേപ്പിംഗ് ആണ്. റീഷേപ്പിംഗ് ഓഫ് ദ ബോൺസ് ഓഫ് ദ, അല്ലെങ്കിൽ ഒരു ഒതുങ്ങുക എന്നാ പറയാം. നമ്മളിപ്പോ കുഞ്ഞിന്റെ തലയാണ്, കുഞ്ഞിന്റെ തലയിൽ നമുക്ക് അറിയാം സ്യൂച്ചേഴ്സ് ഉണ്ട്, ഇവിടെ സ്യൂച്ചേഴ്സ് ഉണ്ട്, ഇവിടെ സജൈറ്റൽ സ്യൂച്ചർ അല്ലെ? അപ്പൊ ഇവിടെ ആന്റീരിയർ ഫോണ്ടനൻ ഉണ്ട്, പോസ്റ്റീരിയർ ഫോണ്ടനൻ ഉണ്ട്. അപ്പൊ ഈ ഭാഗമൊക്കെ ഒരു മൗൾഡ് ചെയ്താണ് വരിക. അതായത് നമുക്കറിയാം അമ്മയുടെ പെൽവിസ് എന്ന് പറഞ്ഞാൽ കുറെ ബോൺസ് ചേർന്നിട്ടുള്ള നല്ല കട്ടിയുള്ള ഭാഗമാണ്. അപ്പൊ കുഞ്ഞിന്റെ തലയും അതുപോലെ കട്ടി വന്നു കഴിഞ്ഞാൽ എന്താണ്, ഡെലിവറി നടക്കത്തില്ല അല്ലെ? എല്ലാ പ്രഗ്നൻസിയും സിസേറിയൻ ആകും. അപ്പോൾ അത് നോർമൽ ആകാൻ വേണ്ടിയാണ് മൗൾഡിങ് ചെയ്യുന്നത്. മൗൾഡിങ് എന്ന് പറഞ്ഞ ഒരു പ്രോസസ്സ് നടക്കുന്നുണ്ട്, അതായത് റീഷേപ്പിംഗ് ഓഫ് ദ ഫീറ്റൽ ഹെഡ്. സോ ദാറ്റ് ഈസ് മൗൾഡിങ്. ഓക്കെ, മൗൾഡിങ് നടക്കുന്നുണ്ട്. ആ മൗൾഡിങ് നമ്മൾ പറയുന്നതാണ് ഞാനിവിടെ പറയാം. The baby's skull is soft and flexible with gaps between the bony plates called cranial sutures. നമ്മൾ പഠിച്ചിട്ടുണ്ട് sagittal suture അല്ലെ, parietal suture, അങ്ങനെ കുറെ sutures നമ്മൾ പഠിച്ചിട്ടുണ്ട്. These gaps allow the head to mold into space. Okay, during a head first birth, pressure on the head caused by the tight birth canal may mold the head into a long rather than round shape. അതായത് ഇങ്ങനെ വരുന്നതിന് പകരം ഇങ്ങനെ വരുന്നു, അല്ലെങ്കിൽ ഇങ്ങനെ വരുന്നു എന്നാണ് അർത്ഥമാക്കുന്നത് കേട്ടോ. The extent of overlapping of fetal skull bones is called molding, and it can produce a pointed or flattened shape to the baby's head when it is born. ഈ മൗൾഡിങ്ങിന്റെ കാര്യം എക്സാമിന് ചോദിക്കാം. ഈ ഒരു പ്ലസ് ഉള്ളെങ്കിൽ ബോൺസ് ആർ ജസ്റ്റ് ടച്ചിങ്, അതായത് കുഞ്ഞിന്റെ ബോണും അമ്മയുടെ ബോണും ജസ്റ്റ് ടച്ച് ചെയ്യുന്നതാണെങ്കിൽ ഒരു പ്ലസ് ബോൺ ആണ്. പ്ലസ് ബോൺ ആണെങ്കിൽ ഓവർലാപ്പിംഗ്, റീഷേപ്പിംഗ് ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്. 3 പ്ലസ് ഉണ്ടെങ്കിൽ ബോൺസ് ആർ ഓവർലാപ്പിംഗ് സിവിയർലി എന്നാണ്. അപ്പൊ ഇതൊന്ന് പോയിന്റ് നോക്കി വെച്ചോളൂ, ചോദിക്കാൻ സാധ്യതയുണ്ട് ഒരു പക്ഷേ. ഇനി ഈ മാനേജ്മെന്റ് ഓഫ് സെക്കൻഡ് സ്റ്റേജ് ഓഫ് ലേബറിലുണ്ട്, അതായത് മാനേജ്മെന്റ് ഓഫ് സെക്കൻഡ് സ്റ്റേജ് ഓഫ് ലേബർ. അപ്പൊ ഈ മാനേജ്മെന്റില് നമുക്കറിയാം പ്രധാനമായിട്ടും ഡിസെന്റ്, റൊട്ടേഷൻ, ഫ്ലക്ഷൻ ഓഫ് ദ പ്രസന്റിംഗ് പാർട്ട് ഒക്കെ നടക്കുന്നുണ്ട്. ഇപ്പൊ യൂട്രിൻ കൺട്രാക്ഷൻ ഉണ്ട്. അപ്പൊ കൺട്രാക്ഷൻസ് നമ്മൾ അത് കൂട്ടാൻ വേണ്ടി ഓക്സിറ്റോസിൻ കൊടുക്കും അല്ലെ? അത് കുറയ്ക്കാൻ വേണ്ടി ചിലപ്പോൾ റിലാക്സേഷന് വേണ്ടി ടോക്കോലൈറ്റിക്സ് ഏജൻസ് കൊടുക്കും. അതൊക്കെ നിങ്ങൾക്ക് അറിയുന്ന കാര്യം അല്ലെ? ഓക്സിറ്റോസിൻ കൊടുക്കും കൺട്രാക്ഷൻ കൂട്ടാൻ വേണ്ടി. അതുപോലെ പ്രധാനമായിട്ടും നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഫീറ്റൽ കണ്ടീഷൻ ആൻഡ് മറ്റേണൽ കണ്ടീഷൻ അല്ലെ? ഈ അമ്മയുടെയും ഫീറ്റസിന്റെയും കണ്ടീഷൻ നമ്മൾ എപ്പോഴും ചെക്ക് ചെയ്യണം. ഓക്കെ, അതാണ് ഇപ്പൊ ഏറ്റവും നമ്മൾ അത്യാവശ്യമായിട്ട് വേണ്ടത്. അത് കഴിഞ്ഞ് ടോയ്ലറ്റിംഗ് ഓഫ് ജെനിറ്റാലി വിത്ത് സാവ്ലോൺ സൊല്യൂഷൻ ഓർ ഡെറ്റോൾ സൊല്യൂഷൻ. അപ്പോൾ ആ ഒരു ജെനിറ്റൽ ഏരിയ ഡെലിവറിക്ക് ശേഷം സാവ്ലോൺ സൊല്യൂഷൻ, ഡെറ്റോൾ സൊല്യൂഷൻ ഒക്കെ ഉപയോഗിക്കേണ്ടി വരും കേട്ടോ. അതുപോലെ ഫീറ്റൽ ഹാർട്ട് റേറ്റ് ചെക്ക് ചെയ്യണം. പിന്നെ ഒരു പക്ഷേ അമ്മയുണ്ടല്ലോ ലിത്തോട്ടോമി പൊസിഷനിൽ അസിസ്റ്റ് ചെയ്യേണ്ടി വരും.
സോ ലിത്തോട്ടമി പൊസിഷൻ നിങ്ങൾക്ക് അറിയുന്നതായിരിക്കും. ലിത്തോട്ടമി പൊസിഷനിൽ അസിസ്റ്റ് ചെയ്യേണ്ടി വരും. അപ്പൊ എപ്പിസിയോട്ടമി നമ്മൾ എപ്പോഴാണ് ചെയ്യേണ്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, എപ്പിസിയോട്ടമി എന്ന് പറഞ്ഞാൽ അല്ലെ, കട്ടിങ് ഓഫ് ദ പെരിനിയൽ ഏരിയ ജസ്റ്റ് പ്രയർ ടു ക്രൗണിങ്. ക്രൗണിങ് നടക്കുന്നതിന്, ക്രൗണിങ് വന്നു കഴിഞ്ഞാൽ പിന്നെ കുഴപ്പമില്ല അല്ലേ, അമ്മയുടെ കുഞ്ഞിന്റെ തല വരുന്നതിന് മുന്നേ ആണ് എപ്പിസിയോട്ടമി ചെയ്യേണ്ടത്. ക്രൗണിങ് എന്ന് പറഞ്ഞാൽ വിസിബിൾ പാർട്ട് ഓഫ് ദ പ്രസന്റിംഗ് പാർട്ടാണ്. സോ അത് വിസിബിൾ ആകാതിരിക്കുന്ന സമയത്ത് വിസിബിൾ ആകാൻ വേണ്ടിയാണ് നമ്മൾ എപ്പിസിയോട്ടമി ചെയ്യുന്നത് അല്ലെ. സോ നമുക്കറിയാം ഇപ്പൊ ഒരു 3 to 4 സെന്റിമീറ്റർ ഒക്കെ വിസിബിൾ ആയിട്ടുള്ളെങ്കിൽ എപ്പിസിയോട്ടമി ചെയ്യേണ്ടി വരും. ഓക്കെ, അപ്പൊ നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് ഈ 3 സീകളുണ്ട്, 3 C's എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് ഡ്യൂറിങ് ഡെലിവറി ടൈം. ക്ലീൻ ഹാൻഡ്സ്, ക്ലീൻ സർഫസ്. ഈ പിന്നെ ഗവൺമെന്റ് ഹോസ്പിറ്റലിലൊക്കെ അത്ര പലരും പറഞ്ഞു കേട്ടിട്ടുണ്ട്, സിസ്റ്റർമാരൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട്, ഡെലിവറി ഒന്നും മീൻസ് അത്രയൊന്നും നമ്മുടെ ഗവൺമെന്റ് ഹോസ്പിറ്റലൊക്കെ എന്ന് പറഞ്ഞാല് അത്രയൊന്നും എക്യുപ്ഡ് അല്ലല്ലോ. അപ്പൊ അതുകൊണ്ട് തന്നെ അവരെ കൊണ്ട് പറ്റുന്ന രീതിയിൽ അപ്പം ഡോക്ടേഴ്സ് വിളിച്ചാൽ വരത്തില്ല. അപ്പൊ അവിടുത്തെ നേഴ്സസ് ഒരുപാട് സഫർ ചെയ്യുന്നുണ്ട്. പ്രത്യേകിച്ചും ഈ ഡിസ്ട്രിക്ട് ഹോസ്പിറ്റലിലൊക്കെ നേഴ്സുമാർ അല്ലെങ്കിൽ മെഡിക്കൽ കോളേജിലൊക്കെ നേഴ്സുമാർ അവര് ഒരുപാട് സഫർ ചെയ്യുന്നുണ്ട്. അപ്പൊ അവർക്ക് ഇത്രയും ക്ലീൻ ആക്കി വെക്കാനൊന്നും സമയം കിട്ടത്തില്ല അല്ലെ. എങ്കിലും നമ്മൾ തിയറി പഠിക്കുമ്പോൾ പഠിക്കണം. സോ ക്ലീൻ ഹാൻഡ്സ്, ക്ലീൻ സർഫസ്, ക്ലീൻ കട്ടിങ് ആൻഡ് ലിഗേഷൻ ഓഫ് ദ കോഡ്. അപ്പൊ അത് വളരെ ഇമ്പോർട്ടന്റ് അല്ലെ, കട്ടിങ് ആൻഡ് ലിഗേഷൻ. ആ കോഡ് കട്ടിങ് ഉണ്ടല്ലോ, കോഡ് ക്ലാമ്പ് ചെയ്യും, കട്ട് ചെയ്യും, അംബ്ലിക്കൽ കോഡ്. സോ അത് വളരെ ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. അത് 3rd സ്റ്റേജിലാണ് വരുന്നത്, അത് നമുക്ക് നോക്കാം. സോ 3rd സ്റ്റേജ് എന്ന് പറഞ്ഞാൽ സോ വാട്ട് ഈസ് 3rd സ്റ്റേജ്? ദാറ്റ് ഈസ് പ്ലാസന്റൽ സ്റ്റേജ്. ഞാൻ അതിലേക്ക് വരുന്നുണ്ട്, അപ്പൊ പറയാം, കട്ടിങ് ആൻഡ് ലിഗേഷൻ പറയാം കേട്ടോ. ഇതിന്റെ ഒന്ന് ആൻസർ ചെയ്യുമോ? പ്രോളിഫറേഷൻ ഓഫ് ദ എൻഡോമെട്രിയൽ ലെയർ ഫ്രം ദ ബേസാലിസ് ലെയർ ഈസ് ഇൻഡ്യൂസ്ഡ് ബൈ. അറിയുമെങ്കിൽ കമന്റ് ചെയ്തോളൂ, ഇല്ലെങ്കിൽ കുഴപ്പമില്ല, പഠിക്കാം. സ്റ്റേജസ് ഒന്ന് പറഞ്ഞു കഴിഞ്ഞിട്ട് പിന്നെ നമുക്ക് അടുത്തിലേക്ക് പോകാം. യെസ്, നിങ്ങൾ കമന്റ് ചെയ്തായിരുന്നു അല്ലേ? ഓക്കെ, സർവിക്സ് ഡയലേഷൻ, ഫീറ്റൽ. ഓക്കെ, സാന്ദ്ര, അമൃത. ഓക്കെ, ആക്റ്റീവ് സ്റ്റേജ് ഓഫ് ഫസ്റ്റ് സ്റ്റേജ് ഓഫ് ലേബർ. ജ്യോതിലക്ഷ്മി, ഗ്രാഫിക്കൽ പ്രസന്റേഷൻ ഓഫ് ലേബർ ടു അസസ് സർവിക്സ് ഡയലേഷൻ, ഡിസെന്റ് ഓഫ് ഹെഡ്. സജിത, ഗ്രാഫിക്കൽ റെപ്രസെന്റേഷൻ ഓഫ് ലേബർ. ജ്യോതിലക്ഷ്മി കറക്റ്റ് ആണ് കേട്ടോ, എല്ലാവരും കമന്റ് ചെയ്തിരിക്കുന്നത് കറക്റ്റ് ആണ്. ഓക്കെ, നിമിഷ, മോണിറ്റർ പ്രോഗ്രസ് ഓഫ് ലേബർ. വെരി ഗുഡ്. ഓക്കെ, വെരി ഗുഡ്, കറക്റ്റ് ആണ് കേട്ടോ. ഓക്കെ, അപ്പോ ഇത് ജസ്റ്റ് ഒന്ന് അറിയുമെങ്കിൽ ഒന്ന് കമന്റ് ചെയ്തോളൂ, ഇല്ലെങ്കിൽ കുഴപ്പമില്ല, നോക്കാം.
ഓക്കെ. So option A, correct ആണ്. Very good. Proliferation of the endometrial layer from the basal layer is induced by the increased level of estrogen. So correct answer ആണ്. ഓക്കെ. അപ്പോൾ നമ്മൾ ഇവിടെ തേർഡ് സ്റ്റേജ് കൂടെ നമുക്ക് നോക്കാം. തേർഡ് സ്റ്റേജ് ഓഫ് ലേബർ എന്ന് പറഞ്ഞാൽ പ്ലാസന്റൽ സ്റ്റേജ് ആണ്. തേർഡ് സ്റ്റേജ് എന്ന് പറഞ്ഞാൽ പ്ലാസന്റൽ സ്റ്റേജ് ആണ്. Begins with the expulsion of the fetus and ends with the expulsion of placenta and membrane. നമുക്കറിയാം ഫീറ്റസ് വന്നു കഴിഞ്ഞ് വന്നു അതിനുശേഷം ഇവിടെ വരെയാണ് എക്സ്പെൽഷൻ ഓഫ് ദ പ്ലാസന്റ ആൻഡ് മെംബ്രെയിൻ. എക്സ്പെൽഷൻ ഓഫ് പ്ലാസന്റ ആൻഡ് മെംബ്രെയിൻ. So third stage, expulsion of the fetus and expulsion of the placenta and membrane. Duration എന്ന് പറഞ്ഞാൽ 5 to 30 minutes ആണ്. 5 to 30 minutes for both multi and primi. അതായത് 5 to 30 minutes ആണ്. പിന്നെ മൾട്ടിയിൽ ചിലപ്പോൾ 5 minutes ആയിരിക്കും, പ്രൈമിയിൽ 30 minutes എടുക്കും. പ്രൈമി ഓർ മൾട്ടി അങ്ങനെയാണ് പറയുന്നത് കേട്ടോ. ചിലപ്പോൾ അത് പെട്ടെന്നായിരിക്കുമല്ലോ, ഡെലിവറി പെട്ടെന്നാവുമല്ലോ, അത് കഴിഞ്ഞ് പിന്നെ പ്ലാസന്റ ആൻഡ് മെംബ്രെയിൻ. അപ്പൊ ഇവിടെ സെപ്പറേഷൻ ഓഫ് ദ പ്ലാസന്റയിൽ കുറച്ച് മെക്കാനിസംസ് പറയുന്നുണ്ട്. ഇതിനകത്ത് ഷൾസ് മെത്തേഡ്, മാത്യൂസ് ഡങ്കൻ മെത്തേഡ്, അങ്ങനെ 2 മെത്തേഡ് പറയുന്നുണ്ട്. ഇത് ചിലപ്പോൾ ചോദിക്കാം കേട്ടോ. ഇതിനകത്ത് കൂടുതലായിട്ടും വരുന്നത് ഈ ഷൾസ് മെത്തേഡാണ്. ആ ഡെലിവറി ഓഫ് ദ പ്ലാസന്റ ആൻഡ് ഫീറ്റസ്, അതായത് പ്ലാസന്റ ആൻഡ് മെംബ്രെയിൻ. അപ്പൊ ഷൾസ് മെത്തേഡാണ് 80% ഓഫ് ദ സെപ്പറേഷൻ ഓഫ് ദ പ്ലാസന്റ. ഷൾസ് മെക്കാനിസം ആണ്. സെന്റർ പോർഷൻ ഓഫ് ദ പ്ലാസന്റ സെപ്പറേറ്റ് ഫസ്റ്റ്. ഷൾസ് മെക്കാനിസത്തിൽ സെന്റർ ആണ് അല്ലെ, പ്ലാസന്റയുടെ സെന്റർ ആണ് പുറത്തേക്ക് ആദ്യം വരുന്നത്. അപ്പൊ ഷൈനി ഫീച്ചർ സർഫസ് വിസിബിൾ ഔട്ട്സൈഡ് ഫസ്റ്റ്. അപ്പൊ ഈ ഫീച്ചർ സർഫസ് കണ്ടില്ലേ, ഈ നീല കളറുള്ളത്, ഈ വിസിബിൾ ആയിട്ടുള്ളത് ഷൈനി ഫീച്ചർ സർഫസ് ആയിരിക്കും ആദ്യം പുറത്തേക്ക് വരുന്നത്. സെന്റർ ആണ് ആദ്യം പുറത്തേക്ക് വരുന്നത്, അതിൽ തന്നെ ഷൈനി ഫീച്ചർ സർഫസ് ആണ് ഔട്ട്സൈഡ് വിസിബിൾ ആകുന്നത്. ചിലപ്പോൾ എക്സാമിന് ചോദിക്കാം കേട്ടോ. ഈ മാത്യൂസ് ഡങ്കൻ മെത്തേഡ് എന്ന് പറഞ്ഞാൽ മാർജിൻ ഓഫ് ദ പ്ലാസന്റ സെപ്പറേറ്റ് ഫസ്റ്റ്. ഈ കണ്ടില്ലേ, ഇത് കണ്ടില്ലേ, മറ്റേണൽ റെഡ് സർഫസ് കംസ് ഫസ്റ്റ്. ബ്ലീഡിങ് കൂടുതലായിരിക്കും, മറ്റേണൽ സർഫസ് ആണ് ആദ്യം വരുന്നത്. സോ 2 types ഓഫ് സെപ്പറേഷൻ ഓഫ് പ്ലാസന്റ, ഷൾസ് മെത്തേഡ്, മാത്യൂസ് ഡങ്കൻ മെത്തേഡ്. 80% ഷൾസ് മെക്കാനിസം ആണ്, 20% മാത്യൂസ് ഡങ്കൻ മെത്തേഡ് ആണ്. ഷൾസ് മെക്കാനിസം ആണ്, ഫീറ്റൽ സർഫസ് ആണ് ആദ്യം വരുന്നത്. മാത്യൂസ് ഡങ്കൻ മെത്തേഡിൽ മറ്റേണൽ റഫ് റെഡ് സർഫസ് ആണ് ആദ്യം വരുന്നത് കേട്ടോ. അപ്പൊ ഇത് നിങ്ങൾ മറക്കരുത്, എക്സാമിന് ചോദിക്കും. ഇപ്പൊ ഷൾസ് നമ്മൾ പഠിച്ചു, അതുപോലെ മാത്യൂസ് പഠിച്ചു. ഇപ്പൊ ഷൾസിൽ എന്ന് പറഞ്ഞാൽ കോമൺ ആണ്, 80% ഷൾസ് ആണ്, അതായത് സെന്റർ പോർഷൻ ആണ് ആദ്യം വരുന്നത്. 20% ഉള്ളൂ മാത്യൂസ്. അതിനകത്ത് മറ്റേണൽ പോർഷൻ ആണ് ആദ്യം വരുന്നത്. ഇവിടെ ഫീറ്റൽ ആണ് എന്ന് അത്ര ഓർത്താൽ മതി കേട്ടോ. സോ ഷൾസ് മെക്കാനിസം, സെന്റർ പോർഷൻ ഓഫ് ദ പ്ലാസന്റ, സെന്റർ കംസ് ഫസ്റ്റ്. ഇവിടെ മാത്യൂസിലാണെങ്കിൽ മാർജിൻ ഓഫ് പ്ലാസന്റ ഫസ്റ്റ്. ഇവിടെ ഷൾസിലാണെങ്കിൽ വിസിബിൾ ആകുന്നത് ഫീറ്റൽ സർഫസ് ആണ്, ഷൈനി ഫീറ്റൽ സർഫസ് വിസിബിൾ. ഇവിടെ ആകുമ്പോഴോ റെഡ് റഫ് മറ്റേണൽ സർഫസ്, കൂടുതൽ ബ്ലീഡിങ് വരുന്നത് മാത്യൂസ് മെത്തേഡാണ് കൂടുതൽ ബ്ലീഡിങ് വരുന്നത്. ഇത്ര ഓർത്താൽ മതി. ഇനി മറ്റേണൽ വൈറ്റൽ സെൻസ്, ഈ മാനേജ്മെന്റ് ഓഫ് ദ തേർഡ് സ്റ്റേജ് ഓഫ് ലേബർ എന്നൊക്കെ പറയാം. മാനേജ്മെന്റ്, ഈ 2 മെത്തേഡ് നിങ്ങൾക്ക് ആണല്ലോ അല്ലെ, ഓൾറെഡി നിങ്ങൾക്ക് അറിയുന്നതാണെന്ന് വിശ്വസിക്കുന്നു. ഈ മാനേജ്മെന്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ വൈറ്റൽ സയൻസ് ചെക്ക് ചെയ്യണം, അതുപോലെ ബ്ലഡ് ലോസ് ചെക്ക് ചെയ്യണം. നോർമലിൽ തേർഡ് സ്റ്റേജിൽ ബ്ലഡ് ലോസ് വരുന്നത് 100 തൊട്ട് 500 ml വരെയാണ്. എക്സാമിന് ചോദിക്കാം തേർഡ് സ്റ്റേജ് ഓഫ് ലേബറിൽ. അപ്പൊ ആവറേജ് 200 ml ആണ് തേർഡ് സ്റ്റേജ് ഓഫ് ലേബറിൽ ബ്ലീഡിങ് വരുന്നത്.
100 തൊട്ട് 500 ml വരെയാണ്. ആവറേജ് 200 ml ആണ്. ജസ്റ്റ് ഒന്ന് നിങ്ങൾ ഒന്ന് വായിക്കണേ, ഒരു മിനിറ്റ്. ഓക്കെ, മാനേജ്മെന്റിൽ നമുക്ക് സാധാരണ ബ്ലഡ് വരുന്നത് 100 തൊട്ട് 500 ml വരെയാണ്. ആവറേജ് 200 ml ആണ്. മോസ്റ്റ് കോമൺ മെക്കാനിസം എന്ന് പറഞ്ഞാൽ ഷൾസ് മെത്തേഡ് ആണ്. അതിനകത്ത് 80% വരുന്നുണ്ട്. ഫീച്ചർ സർഫസ് ആണ് ആദ്യം വരുന്നത്. സെന്റർ ഓഫ് ദ പ്ലാസന്റ കംസ് ഫസ്റ്റ്. ഫീച്ചർ സർഫസ് ഈസ് വിസിബിൾ, ഷൈനി ഫീച്ചർ സർഫസ്. മാത്യൂസ് ഡങ്കൻ മെത്തേഡിൽ 20% മറ്റേണൽ 20% ആണ് വരുന്നത്, സംഭവിക്കുന്നത്, കോമൺ അല്ല. മറ്റേണൽ സർഫസ് ആണ് ആദ്യം വരുന്നത്. മാർജിൻ ഓഫ് ദ പ്ലാസന്റ വരുന്നു. റെഡ് റഫ്, മോർ ബ്ലീഡിങ് വരുന്നത് മാത്യൂസിലാണ്. ഓക്കെ, മാനേജ്മെന്റിൽ നമ്മൾ ബ്ലഡ് വരുന്ന എത്രയാണെന്ന് നോക്കി. അത് കഴിഞ്ഞ് മദർ നന്നായിട്ട് ഷിവർ ഒക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ മദറിന് എന്താ ചെയ്യുക, ബ്ലാങ്കറ്റ് കൊടുക്കുക, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുക. അതുപോലെ റൂമിങ് ഇൻ എന്ന് പറഞ്ഞൊരു സംഭവം ഉണ്ട് അല്ലെ. റൂമിങ് ഇൻ 3rd സ്റ്റേജിലാണ് റൂമിങ് ഇൻ വരുന്നത്. അതായത് പ്രൊമോട്ട് മദേഴ്സ് അറ്റാച്ച്മെന്റ് വിത്ത് നിയോനേറ്റ് അല്ലെ. റൂമിങ് ഇൻ എന്ന് പറഞ്ഞാൽ നിയോനേറ്റിനെ അമ്മയുമായിട്ട് കൂടുതൽ അറ്റാച്ച്മെന്റ് വരാൻ വേണ്ടി അല്ലെ, ആ അമ്മയുടെ ബോഡിയുമായിട്ട് ചേർന്ന് കടത്തുകയൊക്കെ ചെയ്യില്ലേ, അതാണ് റൂമിങ് ഇൻ. പിന്നെ നമ്മൾ ക്ലാമ്പ് ചെയ്യും. ക്ലാമ്പിംഗ് ഒക്കെ നമ്മൾ പെട്ടെന്ന് ചെയ്യുന്ന കാര്യങ്ങളാണ് അല്ലെ. ക്ലാമ്പിംഗ് ഓഫ് കോഡ് ഷോർട്ട്ലി ആഫ്റ്റർ ബർത്ത്. അപ്പൊ ബർത്തിൽ കഴിഞ്ഞ തന്നെ കോഡ് ക്ലാമ്പ് ചെയ്യും. അതായത് ഒരു 3 മിനിറ്റ് 30 സെക്കൻഡ് മുതൽ 3 മിനിറ്റിനുള്ളിൽ തന്നെ നമ്മൾ ക്ലാമ്പ് ചെയ്യും. ക്ലാമ്പിംഗ് വരണം 30 സെക്കൻഡിനുള്ളിൽ തന്നെ, ടു 3 മിനിറ്റ് മാക്സിമം, അതിനുള്ളിൽ തന്നെ ക്ലാമ്പ് ചെയ്യും അല്ലെ. ആൻഡ് ഡെലിവറി ഓഫ് ദ പ്ലാസന്റ. കൺട്രോൾഡ് കോഡ് ട്രാക്ഷൻ ആണ്. പിന്നെ നമ്മൾ ഈ 3rd സ്റ്റേജ് ഓഫ് ലേബറിൽ നമ്മൾ മാനേജ്മെന്റ് ആയിട്ട് എന്താ പറയാ, യൂട്രിൻ മസിൽസ് റിലാക്സേഷൻ ഒക്കെ വേണ്ടി ടോക്കോലിറ്റിക്സ് ഏജൻസ് കൊടുക്കും. ടോക്കോലിറ്റിക്സ് ടെർബുറ്റാലിനൊക്കെ എക്സാമ്പിൾ ആണ്. ടെർബുറ്റാലിൻ എക്സാമ്പിൾ ആണ്. ടു റിലാക്സ് ദ യൂട്രിൻ സ്മൂത്ത് മസിൽസ് അല്ലെ. അതുപോലെ ഇഞ്ചക്ഷൻ മെത്തർജിൻ കൊടുക്കും. ഇഞ്ചക്ഷൻ മെത്തർജിൻ, അത് കൺട്രോൾ ബ്ലീഡിങ് കൺട്രോൾ ചെയ്യാനാണ്. ബ്ലീഡിങ് കൺട്രോൾ ചെയ്യാൻ മെത്തർജിൻ കൊടുക്കും. അതുപോലെ എർഗോമെട്രിൻ അല്ലെ, എർഗോമെട്രിൻ ഒക്കെ കൊടുക്കും. 0.2 mg ആണ് കൊടുക്കുന്നത്. ഡെലിവറി ഓഫ് ദ ഷോൾഡർ കഴിഞ്ഞാൽ തന്നെ 0.2 mg ആണ് കൊടുക്കാറുള്ളത് മെത്തർജിനൊക്കെ. അത് ഷോൾഡർ ഡെലിവറി ആയി കഴിഞ്ഞാൽ ഉടനെ തന്നെ നമ്മൾ കൊടുക്കും അല്ലെ. അപ്പൊ ഇത് ടോക്കോലിറ്റിക്സ് കൊടുക്കും ടു റിലാക്സ് ദ മസിൽസ് ഓഫ് ദ യൂട്രസ്. ഓക്കെ, 4th സ്റ്റേജ് എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല, ജസ്റ്റ് മോണിറ്ററിംഗ് സ്റ്റേജ് ആണ്. ഈ 4th സ്റ്റേജ് എന്ന് പറഞ്ഞാൽ എന്താണ്, ജസ്റ്റ് മോണിറ്റർ ചെയ്യുവാണ്. മോണിറ്റർ പീരീഡ് 1 to 4 hours ആഫ്റ്റർ ഡെലിവറി. 1 to 4 hours ആഫ്റ്റർ ഡെലിവറി അല്ലെ. ഇവിടെ നമ്മൾ ബ്ലഡ് പ്രഷർ ചെക്ക് ചെയ്യും അല്ലെ, പൾസ് ചെക്ക് ചെയ്യും. അതുപോലെ ഓരോ 15 മിനിറ്റ് കൂടുമ്പോഴും പൾസ് ചെക്ക് ചെയ്യും. അതുപോലെ മദർ RH നെഗറ്റീവ് ആണെങ്കിൽ 4th സ്റ്റേജില് മദർ RH നെഗറ്റീവ് ആണെങ്കിൽ എന്ത് ചെയ്യും, RH പോസിറ്റീവ്, RH സ്റ്റാറ്റസ് ഓഫ് ദ ഫീറ്റസ് പോസിറ്റീവ് ആണെങ്കിൽ അല്ലെ, RH പോസിറ്റീവ് ഫീറ്റസ് ആണെങ്കിൽ നമ്മൾ എന്ത് കൊടുക്കും, RH ഇമ്മ്യൂണോഗ്ലോബുലിൻ കൊടുക്കും അല്ലെ, വിത്തിൻ 72 hours ഓഫ് ദ ഡെലിവറി. സോ RH ഇമ്മ്യൂണോഗ്ലോബുലിൻ നമ്മൾ കൊടുക്കുന്നത് വിത്തിൻ 72 hours ഓഫ് ആഫ്റ്റർ ഡെലിവറി ആണ്. വിത്തിൻ 72 hours ഓഫ് ഡെലിവറി ആണ്. അപ്പൊ നമ്മൾ കൊടുക്കുന്നത് 300 µg 300 µg ആന്റി ഡി
ഗാമ ഗ്ലോബുലിൻ, ആന്റി ഡി ഗാമ ഗ്ലോബുലിൻ. സോ ആഫ്റ്റർ നമ്മൾ അമ്മ RH നെഗറ്റീവ് ആണ്, കുഞ്ഞ് RH പോസിറ്റീവ് ആണെങ്കിൽ RH ഡി ഇമ്മ്യൂണോഗ്ലോബുലിൻ വിത്തിൻ 72 hours കൊടുക്കും. നമ്മൾ കൊടുക്കുന്നത് 300 μg ആന്റി ഡി ഗാമ ഗ്ലോബുലിൻ ആണ്. ഓക്കെ, ഇപ്പൊ ഡെലിവറി ഫുൾ ടൈം ഡെലിവറി ആണെങ്കിലും അബോർഷൻ ആണെങ്കിലും ഇപ്പം 12 വീക്ക് കഴിഞ്ഞ പ്രഗ്നൻസി ആണെങ്കിലും നമ്മൾ കൊടുക്കും. കാരണം എന്താണ്? വിച്ച് വിൽ പ്രൊട്ടക്ട് ദ മദർ ഫ്രം 30 ml വോൾ ഫീറ്റൽ ബ്ലഡ്. അപ്പം മദറിനെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയാണ് നമ്മളിത് കൊടുക്കുന്നത് കേട്ടോ. അപ്പോ ഈ അബോർഷൻ ഫസ്റ്റ് ട്രൈമസ്റ്ററിലൊക്കെ അബോർഷൻ കൊടുക്കുക, അബോർഷൻ നടക്കുന്നുണ്ടെങ്കിൽ ഫസ്റ്റ് ട്രൈമസ്റ്ററിൽ അബോർഷൻ നടക്കാൻ ചാൻസ് ഉണ്ട് അല്ലേ? അങ്ങനെയാണെങ്കിൽ 50 μg RH ഇമ്മ്യൂണോഗ്ലോബുലിൻ അല്ലെ, ഫസ്റ്റ് ട്രൈമസ്റ്ററിൽ അബോർഷൻ നടക്കുവാണെങ്കിൽ 50 μg കൊടുക്കുകയുള്ളൂ. പക്ഷെ നമ്മളിപ്പോ ഫുൾ ഡെലിവറി കഴിഞ്ഞ് വിത്തിൻ 72 hours ഓഫ് ദ ഡെലിവറി 300 μg കൊടുക്കും കേട്ടോ. ആന്റി ഡി വെരി ഗുഡ്. ഓക്കെ, അപ്പോ നമ്മള് ഇതും കൂടെ പറഞ്ഞിട്ട് നമുക്ക് എന്തായാലും ഇന്നത്തെ ക്ലാസ് നിർത്താം. അതായത് നമുക്ക് ഈ എന്താ പറയാ, ഈ കോർപ്പസ് ലൂട്ടിയം എന്ന് പറഞ്ഞത്, അതായത് നമ്മൾ നേരത്തെ നോക്കിയല്ലോ, ഇവിടെ എഴുതാൻ സ്ഥലമില്ല, താഴെ എഴുതാം. ഓക്കെ, ഇവിടെ എഴുതാം. അപ്പോ നമുക്ക് ഈ ഓവുലേഷനും ഫോളിക്കുലർ ഫേസ്, ലൂട്ടിയൽ ഫേസ്, അത് കഴിഞ്ഞ് മെൻസ്ട്രേഷൻ, ഇങ്ങനെ കുറെ ഫേസുകൾ ഉണ്ട് അല്ലെ. അപ്പൊ ആദ്യം ഫോളിക്കുലർ ഫേസ്, പിന്നെ ഓവുലേഷൻ, പിന്നെ ലൂട്ടിയൽ ഫേസ്, അത് കഴിഞ്ഞ് മെൻസ്ട്രേഷൻ. ഇങ്ങനെ കുറച്ച് സ്റ്റേജുകൾ ഉണ്ട് അല്ലെ. ഈ ഫോളിക്കുലർ ഫേസിൽ ഈ ഈസ്ട്രോജന്റെ ലെവല് വളരെ കുറവായിരിക്കും, ഈസ്ട്രോജന്റെ അളവ് വളരെ കുറവായിരിക്കും. ഓക്കെ, അപ്പോ ഈ ആന്റീരിയർ പിറ്റ്യൂട്ടറി ഈ ടൈമിൽ ഫോളിക്കുലർ സ്റ്റിമുലേറ്റിംഗ് ഹോർമോണും ലൂട്ടിനൈസിങ് ഹോർമോണും ഒക്കെ സെക്രീറ്റ് ചെയ്യുന്നു. അങ്ങനെ എഗ്ഗിന്റെ അളവ്, എഗ്ഗ് എൻലാർജ് ചെയ്യും. ഈ ഫോളിക്കുലർ സ്റ്റേജിൽ എഗ്ഗിന്റെ അളവ് വലുതാവും. അപ്പോ ഈസ്ട്രോജൻ റിലീസ് ചെയ്യും. അതിനുശേഷം ഈസ്ട്രോജൻ റിലീസ് ചെയ്യും, ഓവുലേഷൻ നടക്കും. ഓവുലേഷൻ നമുക്ക് പറയാം, ഓവുലേഷൻ ഫോളിക്കിൾസ് റപ്ചർ ആകും, ഓവ ഫലോപ്പിയൻ ട്യൂബിലേക്ക് ഓവ വരും. അതൊക്കെ നമ്മൾ നേരത്തെ നോക്കിയിട്ടുണ്ട് അല്ലെ. ഫെർട്ടിലൈസേഷൻ നടക്കുവാണെങ്കിൽ ഈ കോർപ്പസ് ലൂട്ടിയം എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട്, ദാറ്റ് പ്രൊഡ്യൂസ് പ്രൊജസ്ട്രോൺ ടു സസ്റ്റെയിൻ പ്രഗ്നൻസി. ഈ കോർപ്പസ് ലൂട്ടിയം ഇവിടെ നിങ്ങൾ കണ്ടില്ലേ, ഈ കോർപ്പസ് ലൂട്ടിയം എന്ന് പറഞ്ഞ മഞ്ഞ കളറിലുള്ള ഈ ഒരു സംഭവം, it appears right after an egg leaves your ovary. Ovulation നടക്കുമ്പോൾ തന്നെ കോർപ്പസ് ലൂട്ടിയം ഫോം ചെയ്യും. The corpus luteum job is to make your uterus healthy place for you fetus to grow. അതായത് ആ ഒരു സംഭവം, അതായത് ഒരു ഹെൽത്തി യൂട്രസ് വരാൻ വേണ്ടി ആ ഒരു പ്രൊട്ടക്ട് ചെയ്യാണ്. നമുക്ക് എന്താ വെച്ചാല് ഫെർട്ടിലൈസേഷൻ നടന്നു, ഒരു നല്ലൊരു എഗ്ഗ് വന്നു, ഫെർട്ടിലൈസേഷൻ നടന്നു. ആ സമയത്ത് കോർപ്പസ് ലൂട്ടിയം വേണം. എന്തിനാണ് കോർപ്പസ് ലൂട്ടിയം? ടു മേക്ക് യുവർ യൂട്രസ് എ ഹെൽത്തി പ്ലേസ് ഫോർ എ ഫീറ്റസ് ടു ഗ്രോ. ഓക്കെ, അപ്പോ ഈ കോർപ്പസ് ലൂട്ടിയം എന്ന് പറഞ്ഞാല് ആ സമയത്ത് പ്രൊജസ്ട്രോൺ ധാരാളം വരികയും പ്രിപ്പയർ യൂട്രീൻ ലൈനിങ് ഫോർ പ്രഗ്നൻസി. ഓക്കെ, ആ സമയത്ത് എന്താ പറയാ, ആ സമയത്ത് ഫെർട്ടിലൈസേഷൻ നടന്നില്ലെങ്കിൽ, ഇഫ് നോ എംബ്രിയോ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം അത് 8 weeks ആകുമ്പോഴേക്കും ആണ് എംബ്രിയോ വരുന്നത്. അപ്പൊ എംബ്രിയോ ഡെവലപ്പ് ചെയ്തില്ലെങ്കിൽ കോർപ്പസ് ലൂട്ടിയം ബിഗിൻസ് ടു ഡിസിൻറ്റഗ്രേറ്റ്. അതായത് കോർപ്പസ് ലൂട്ടിയം മെല്ലെ പ്രൊജസ്ട്രോണിന്റെ ലെവലൊക്കെ കുറഞ്ഞ് മെല്ലെ ഇല്ലാതാകുന്നു. അപ്പൊ അങ്ങനെ യൂട്രീൻ ലൈനിങ് ഡിറ്റാച്ച് ചെയ്യും, മെൻസ്ട്രേഷൻ ബിഗിൻ. അപ്പൊ ടിഷ്യൂയും ബ്ലഡും ഫെർട്ടിലൈസ്ഡ് അൺഫെർട്ടിലൈസ്ഡ് എഗ് എല്ലാം കൂടെ ഡിസ്ചാർജ് ആയി പോകും. ഓക്കെ, അപ്പൊ ആദ്യം വരുന്നത് സൈഗോട്ട് ആണ്. സൈഗോട്ട് എന്ന് പറഞ്ഞാൽ ഫെർട്ടിലൈസ്ഡ് എഗ് ആണ്. അത് കഴിഞ്ഞ് 2 cell സ്റ്റേജ് വരും, അത് കഴിഞ്ഞ് 4 cell വരും, പിന്നെ 8 cell സ്റ്റേജ് വരും അല്ലെ. അത് കഴിഞ്ഞ് 8 weeks ആകുമ്പോഴാണ് എംബ്രിയോ വരുന്നത്. എംബ്രിയോ വന്നു കഴിയുമ്പോൾ നമുക്ക് ഈ കോർപ്പസ് ലൂട്ടിയം
അതിന് മുന്നേ തന്നെ ഫോം ആയിട്ടുണ്ടാവും അല്ലെ. കോർപ്പസ് ലൂട്ടിയം ഫോം ആയി കഴിഞ്ഞാൽ എന്താണ് സംഭവിക്കുന്നത്? ആ ഒരു നമ്മൾ ഈ കണ്ടത് തന്നെയാണ്. അവിടെ ഒരു എൻവോൺമെന്റ് സെറ്റ് ചെയ്യും അല്ലെ. കുഞ്ഞിന് വളർന്ന ഫീറ്റസ് ഡെവലപ്പ് ചെയ്യാനുള്ള ഒരു എൻവോൺമെന്റ് സെറ്റ് ചെയ്യും. ഇനി അത് ഡെവലപ്പ് ചെയ്തില്ലെങ്കിലാണ് പ്രൊജസ്ട്രോണിന്റെ ലെവൽ എല്ലാം കുറഞ്ഞ് നമ്മുടെ ഈ ടിഷ്യൂ ബ്ലഡും അൺഫെർട്ടിലൈസ്ഡ് എഗ്ഗും എല്ലാം മെൻസ്ട്രേഷൻ ആയിട്ട് പുറത്തു പോകുന്നു കേട്ടോ. ഇത് ജസ്റ്റ് ഒന്ന് ഓർത്താൽ മതി. ഓക്കെ, അപ്പൊ നമുക്ക് എന്താ പറയാ, കേൾക്കുന്നുണ്ടല്ലോ അല്ലെ? ഞാൻ ഇവിടെ കേൾക്കുന്നുണ്ടല്ലോ. ഓക്കെ 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 ഓക്കെ. അപ്പോ അത്രേ ഉള്ളൂ. നമ്മൾ ഇനി അടുത്ത ക്ലാസ്സിൽ, നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് ഇത് നോക്കാന്ന് വിചാരിക്കുന്നു. എന്താ പറയാ, അബ്നോർമൽ കണ്ടീഷൻസ് ഒക്കെ നെക്സ്റ്റ് ക്ലാസ്സിൽ നോക്കാം കേട്ടോ. അപ്പോ ഇതുവരെയുള്ള ഈ ക്ലാസ്സുകൾ വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഞാൻ മാക്സിമം എന്നെ കൊണ്ട് പറ്റുന്ന രീതിയിൽ നിങ്ങൾക്ക് പറഞ്ഞുതരാൻ നോക്കിയിട്ടുണ്ട്, ശ്രമിച്ചിട്ടുണ്ട്. പഴയ ക്ലാസ്സുകളൊക്കെ കാണുക, നന്നായിട്ട് പഠിക്കുക. ഇന്നത്തെ ക്ലാസ്സിൽ നമുക്ക് ആ ഒരു പോയിന്റ്സ്, അപ്പൊ അടുത്ത ക്ലാസ്സിൽ കുറച്ചുകൂടെ പോയിന്റ്സുകൾ നമുക്ക് ഈ അബ്നോർമൽ പ്രഗ്നൻസിയിലുള്ള കുറച്ച് പോയിന്റ്സ് ഒക്കെ ഉണ്ട്. പിന്നെ നമുക്ക് പ്രീവിയസ് ക്വസ്റ്റ്യൻ ഒക്കെ വരുന്നത് ഭയങ്കര കൺഫ്യൂഷൻ ആയിട്ടാണ്. അപ്പൊ നിങ്ങൾ ആ രീതിയിലുള്ള പഠനം വേണം കേട്ടോ. താങ്ക് യു ഫോർ വാച്ചിങ്. ഓൾ ദി ബെസ്റ്റ്. നന്നായി പഠിക്കുക, എല്ലാവരും നന്നായിട്ട് പഠിക്കുക. എല്ലാവർക്കും ഗവൺമെന്റ് ജോലി കിട്ടണം, അതിനുവേണ്ടിയാണ് ക്ലാസ്സുകൾ മുന്നോട്ട് പോകുന്ന. ആ രീതിയിലാണ്. എല്ലാവർക്കും ഗവൺമെന്റ് ജോലി കിട്ടട്ടെ, അതിനായിട്ട് പ്രാർത്ഥിക്കുന്നു, ആശംസിക്കുന്നു. എല്ലാവരും നന്നായിട്ട് പഠിക്കുക കേട്ടോ. ഓൾ ദി ബെസ്റ്റ്. എല്ലാവരും ആരോഗ്യം നോക്കുക, അതാണ് ആരോഗ്യം പ്രധാനമാണ്. എന്നാലേ നമുക്ക് പഠിക്കാനും മറ്റുള്ള കാര്യങ്ങൾക്കൊക്കെ പറ്റുള്ളൂ. ആരോഗ്യം എല്ലാവരും ശ്രദ്ധിക്കുക. താങ്ക് യു.